ഹായ് ഫ്രണ്ട്സ്, എനിക്കിന്നൊരു മാങ്ങ കിട്ടിയിട്ടുണ്ട്. അതിനെ പെരട്ട് മാങ്ങ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമായി ഞാൻ ഈ മാങ്ങ ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരട്ടെ. ഇതാ മാങ്ങ നല്ലവണ്ണം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതെടുത്തിട്ടുള്ളത് ഞാൻ കുറച്ച് മുളകാണ്, മുഴുവൻ മുളകാണ്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തിട്ടുണ്ട്. ഇതിനെ ഞാനൊന്ന് പൊടിച്ചു കൊണ്ടുവരട്ടെ. ഇതാ മുളക് നല്ലവണ്ണം ഒന്ന് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത് നമുക്കിതിൽ ചേർക്കാനുള്ള സാധനങ്ങൾ ഉലുവപ്പൊടി, ഉലുവ തരിതര പൊടിച്ചതാണ്, നല്ല പൊടിയായിരുന്നു. കടുക് അതുപോലെ ചതച്ചത്, 2 വറ്റൽമുളക്. ഇത്രയാണ് നമുക്ക് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ. ഓക്കെ, ഇത് എങ്ങനെയാണ് ഇനി ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാനൊരു ചീനിച്ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ആവാം, അതായിരിക്കാം ടേസ്റ്റ് ഉള്ളത്. എന്നിട്ട് അതിൽ 2 വറ്റൽമുളക് ഇടുവാണേ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്തോട്ടെ. എന്നിട്ട് നമ്മൾ പൊടിച്ചു വച്ചിരുന്ന ഉലുവപ്പൊടിയും കടുകും നമ്മളൊന്ന് ചേർക്കുവാണേ. അതൊന്ന് ചേർത്ത് ഒരു സെക്കൻഡിനകം തന്നെ നമ്മൾ ഈ പൊടിച്ചു വച്ചിരുന്ന മുളക് അങ്ങ് ചേർക്കുവാണേ. കുറച്ച് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്, എരിവ് ചിലപ്പോൾ കൂടുതലായിരിക്കും, അതുകൊണ്ടാണ്. അത് ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് എടുക്കാം. കൂടാതെ ഒരല്പം കായപ്പൊടിയും കൂടെ ഞാനൊന്ന് ചേർക്കുവാണേ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിലാണ് വയ്ക്കേണ്ടത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇതൊന്ന് ചൂടായതിന് ശേഷം ഗ്യാസിൽ നിന്ന് ഞാൻ ഇറക്കി താഴെ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന മാങ്ങ ഇതിലോട്ടൊന്ന് തട്ടുവാണ്. തട്ടിയിട്ട് നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഓക്കെ, തണുത്തതിന് ശേഷമേ തട്ടാവൂ. ഇതൊന്ന് യോജിപ്പിച്ചെടുക്കട്ടെ. ദാ അടിപൊളി മാങ്ങ പിരട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.